മതി, ഒന്ന് നിർത്താവോ? ഈ ഒരുമ്പെട്ടവള് കാരണം എന്റെ കുടുംബത്തിന്റെ മാനം തന്നെ അങ്ങ് പോയി. ഞാൻ കാരണം എന്റെ ആദിയുടെയും കുടുംബത്തിൽ സമാധാനം ഇല്ലാതായെന്നും പറഞ്ഞ് എന്റെ കുടുംബം ഒന്നാകെ എന്നെ വേദനിപ്പിച്ചോണ്ടേയിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണായിരിക്കും ശത്രു എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാ സന്തോഷത്തോടെ പോവുകയായിരുന്നു എന്റെ ആദിയുടെയും ജീവിതം തകർക്കാൻ എന്റെ സഹോദരി തന്നെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അതേസമയം ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ അഞ്ജലി നിഷ്കളങ്ക ഭാവത്തിൽ അച്ചുവിനെ കൊഞ്ചിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ നീലിമയുടെ ദേഷ്യം ഇരട്ടിയായി. എന്റെ മോന്റെ അടുത്ത് നിന്റെ അഭിനയൊന്നും വേണ്ട. അയ്യോ ചേച്ചി, എന്തൊക്കെയാ പറയുന്നേ? നീ നേടണമെന്ന് കരുതിയതൊക്കെ നിനക്ക് കിട്ടിയില്ലേ? ഞാൻ നിന്റെ കല്യാണം കൂടാൻ വന്നൊന്നുമല്ല. അയ്യോ, എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അയ്യോ ആദ്യം ഇത് കേട്ടോ? ഞാൻ ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് സ്നേഹിച്ചിട്ട് പറഞ്ഞത് കേട്ടില്ലേ? ആദ്യക്ക് ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? നീ എന്താ നിന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? കല്യാണം കഴിക്കാതെ ഒരു കുട്ടിയുമായിട്ട് വന്ന നിന്നേക്കാളും 1000 മടങ്ങും മിടുക്കി തന്നെയാ അഞ്ജലി. നീ എന്നോട് ചെയ്ത പോലൊന്നും ഒരു കാലത്തും ഇവളെന്നോട് ചെയ്യില്ല. ആദി പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അയാൾ തന്റെ അമ്മയെ വഴക്കു പറഞ്ഞതാണെന്ന് അച്ചുവിന് മനസ്സിലായി. എനിക്ക് എന്തായാലും നല്ല പഠിപ്പാ കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാ? പിഴച്ചു പെറ്റവന്റെ വായിന്ന് പിഴച്ച വർത്താനല്ലേ വരൂ. ആദി ഇത് പറഞ്ഞു തീർന്നതും നീലിമയുടെ കൈ അവന്റെ കരണം പൊളിച്ചിരുന്നു. എയർപോർട്ടിൽ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ലഭിച്ച ആ അടി അവന് വലിയ നാണക്കേടുണ്ടാക്കി. വികാരാധീനനായി നീലിമയെ തിരിച്ചടിക്കാൻ ചെന്ന ആദിയുടെ മുൻപിലേക്ക് തന്റെ അമ്മയെ രക്ഷിക്കാൻ പാഞ്ഞു ചെന്ന അച്ചുവിനെ ആദി വലിച്ചെറിഞ്ഞു. എന്നാൽ രക്ഷകനായ ഒരു കൈ നിലത്ത് വീഴാതെ അച്ചുവിനെ താങ്ങി നിർത്തി. ആ കൈകൾ മറ്റാരുടേതുമായിരുന്നില്ല, സിദ്ധാർത്ഥിന്റേതായിരുന്നു. ഒരുപക്ഷെ കാലം കാത്തുവെച്ച മുഹൂർത്തമായിരുന്നിരിക്കണമിത്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.